ആൻഡ്രീഷ്യം എന്താണെന്ന് മക്കളെ ഞാൻ പറഞ്ഞത്? ഇറ്റ്സ് എ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഓൾറെഡി പറഞ്ഞു, ആൻഡ്രീഷ്യമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി നേരത്തെ പറഞ്ഞല്ലോ, കാലിക്സ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ യൂണിറ്റാണ് സെപ്പൽ. കൊറോള നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ യൂണിറ്റാണ് പെറ്റൽ. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആൻഡ്രീഷ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ യൂണിറ്റിൻ്റെ പേരാണ് സ്റ്റേമൻ. മറന്നു പോരുത്, ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റ് പേരെന്താണ്? സ്റ്റേമൻ. ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റ് പേരെന്താണ്? സ്റ്റേമൻ. ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റ് പേരെന്താണ്? സ്റ്റേമൻ. മറന്നു പോകരുത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, കാലിക്സിൻ്റെ യൂണിറ്റ് എന്താണ്? സെപ്പൽ ആണോ? ദെൻ കൊറോളയുടെ യൂണിറ്റ് എന്താണ്? പെറ്റൽ. ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സ്റ്റേമൻ. ഗൈനീഷ്യത്തിൻ്റെ നമ്മൾ പറഞ്ഞില്ല, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, നമുക്ക് പഠിക്കാം. അപ്പോൾ ആൻഡ്രീഷ്യം എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് നമ്മുടെ ഫ്ലവറിനകത്തുള്ള, അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് കോൾഡ് ആസ് സ്റ്റേമൻ. അപ്പോൾ അന്നേരം സ്റ്റേമൻ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് പഠിക്കണ്ടേ? ആദ്യമേ പടം ഒന്ന് ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽഡ് ഫിഗറിലേക്ക് പോകാം. സ്റ്റേമൻ എടുത്തു കഴിയുമ്പോൾ സ്റ്റേമന് ഇങ്ങനൊരു ഫിലമെൻ്റ് ഉണ്ട്, ഒരു ലോങ് ഫിലമെൻ്റ് നമുക്ക് കാണാൻ കഴിയും. കണ്ടോ? ലോങ് ഫിലമെൻ്റ് സ്റ്റേമന് കാണാൻ കഴിയും. ആൻഡ് ദിസ് ഹാവ് എ ലോബ്ഡ് സ്ട്രക്ചർ. ഒന്നുകിൽ അത് ബൈലോബ്ഡ് ആയിരിക്കും. ജനറലി ബൈലോബ്ഡ് സ്ട്രക്ചറാണ് കാണാൻ കഴിയുന്നത്. അതെ, 1, 2 ലോബ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അറകൾ, ചേംബർ. 2 ലോബുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേമൻ്റെ സ്ട്രക്ചർ. ഇനി ഈ നീളത്തിൽ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഫിലമെൻ്റ് പോലിരിക്കുന്ന സാധനം, അതിൻ്റെ പേര് തന്നെ ഫിലമെൻ്റ് എന്ന് തന്നെ. പ്രത്യേകിച്ച് വേറെ നമ്മളൊന്നും ചിന്തിച്ചില്ല, നീളത്തിൽ അങ്ങനെ കണ്ടു, ഫിലമെൻ്റ് പോലിരിക്കുന്നു, അതുകൊണ്ട് ഫിലമെൻ്റ് എന്ന് തന്നെ പേര് കൊടുത്തു. ഇതിനെ വെറുതെ ആവശ്യമില്ലാത്ത പേര് കൊടുത്ത് വീണ്ടും നമ്മൾ റിസ്ക് കൂട്ടുന്നത്. ഫിലമെൻറ്റ് മതി. ഓൾറെഡി നമുക്കറിയാം ഫിലമെൻറ്റ് പോലെ കാണുന്നു, അതുകൊണ്ട് ഫിലമെൻറ്റ് അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അല്ലേ? ദെൻ ഈ ബൈലോബ്ഡ് സ്ട്രക്ചർ നമ്മളിവിടെ കണ്ടു, അതിൻ്റെ പേരാണ് ആന്തർ. എന്താ വിളിക്കുന്ന പേര്? ആന്തർ. പടം കണ്ടോ ഇരിക്കുന്നേ? അപ്പോൾ എന്താ ഉള്ളത്? ഫിലമെൻറ്റ് കണ്ടു, ആന്തർ കണ്ടു. ഫിലമെൻറ്റും കണ്ടു, ആന്തറും കണ്ടു. ഇത് ലേബലിങ് വേറെയാണേ, ഈ പോയിക്കുന്ന ലേബലിംഗ് ഒക്കെ വേറെയാണേ. ലേബലിംഗ് ഏറ്റവും നല്ല ഇവിടെയാണ് കിടക്കുന്നത്, അതൊന്നും കണക്ട് ചെയ്യല്ലേ. 2 സ്ട്രക്ചറേ ഉള്ളൂ, സ്റ്റേമന് 2 ഭാഗങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഫിലമെൻറ്റും ആന്തറും. എന്താണ്? വരച്ച് വരെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഈ പടം ശ്രദ്ധിച്ച സ്റ്റേമൻ എന്ന് പറഞ്ഞ് ഫിലമെൻറ്റ് കിടക്കുന്നു, ആന്തർ വരച്ചേക്കുന്നു. ഇനി ആന്തറിനെ കണക്ട് ചെയ്യുന്നുണ്ട്, 2 ലോബുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കണക്റ്റീവ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഈ ആന്തറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി എന്താ മക്കളെ എഴുതിയിരിക്കുന്നത്? മൈക്രോസ്പൊറാഞ്ചിയം. ഒരു വാക്ക് പുതുതായിട്ട് കിട്ടി, എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയം. അവിടെ നിൽക്കട്ടെ, എന്തോന്ന് പഠിക്കാം? മൈക്രോസ്പൊറാഞ്ചിയം. പുതിയ വാക്ക് മാത്രം നമ്മൾ പഠിച്ചു, മൈക്രോസ്പൊറാഞ്ചിയം. മനസ്സിലാക്കുക, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റേമൻ അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എടുത്ത് കഴിയുമ്പോൾ ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ആ സ്റ്റേമൻ്റെ ലെങ്ത്, അതിൻ്റെ നമ്പർ ഒക്കെ ഓരോ ഫ്ലവറിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പ്ലാന്റ് സ്പീഷീസിനനുസരിച്ച് എന്ത് ചെയ്യാം? മാറി വരാം. അത് നമ്മൾ നോക്കണ്ട, അത് മാറിക്കോട്ടെ, നമുക്ക് പരീക്ഷയ്ക്ക് അതിനെക്കുറിച്ചൊന്നും ചോദിക്കത്തില്ല. അത് മാറി വരും എന്ന് മാത്രം പഠിച്ചു ചെയ്യുക. പാർട്സിലേക്ക് വരാം. ആൻഡ്രീഷ്യത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് മക്കളെ? ഓൾറെഡി പറഞ്ഞത് ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. ഫിലമെൻറ്റ് എന്ന് പറയുന്നത് നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, ആന്തർ എന്ന് പറയുന്നത് ലോബ്ഡ് ആയിട്ട് ഇങ്ങനെ കാണുന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? സോ ഫിലമെൻറ്റ് ആൻഡ് ആന്തർ ഈസ് ദെയർ. ദിസ് ഈസ് ദ ഫിലമെൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ ആന്തർ. ഓക്കെ ആണല്ലോ? പാർട്സ് ഓഫ് എ സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. തുടർന്ന് മനസ്സിലാക്കുക, പടത്തിലേക്ക് വരാം. ഈ ഒരു പടം ചുമ്മാ നോക്കി വെച്ചേക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. കണക്റ്റീവ് ഉണ്ട്, ആന്തർ ഉണ്ട്, മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്, സ്റ്റേമൻ. വീണ്ടും റിപ്പീറ്റഡ് ഫിഗർ മനസ്സിലാവാൻ വേണ്ടിയാണ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇടുന്നത് കേട്ടോ. പെരിയാന്തിസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് വി കാൺ ഡിസ്റ്റിങ്വിഷ് ദിസ് പെറ്റൽ ആൻഡ് സെപ്പൽ സെപ്പറേറ്റ്ലി. പെറ്റലിനെയും സെപ്പലിനെയും ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഡിഫറെൻ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് പെരിയാന്ത് എന്ന് പറയുന്നത്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ദിസ് പെരിയാന്ത് ഈസ് വാട്ട്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ടെപ്പൽ. പെരിയാന്തിൻ്റെ യൂണിറ്റ് എന്താ മക്കളെ? ടെപ്പൽ. മറന്നു പോകരുത്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വരാം. പാർട്സ് ഓഫ് എ സ്റ്റേമൻ. പാർട്സ് ഓഫ് എ സ്റ്റേമൻ അത് തന്നെ നമുക്ക് ബ്ലാങ്ക് കിടപ്പുണ്ട്. എന്താ മക്കളെ? 2 പാർട്ടാണ് ഉള്ളത്. എന്തൊക്കെയാ? ഒന്ന് ഫിലമെൻറ്റ്, രണ്ടാമത്തെ എന്താണ്? ആന്തർ. 2 പാർട്ടും കിട്ടിയില്ലേ? ആന്തർ, ഫിലമെൻറ്റ് ആൻഡ് ആന്തർ, പാർട്സ് ഓഫ് എ സ്റ്റേമൻ. ഓക്കെ അല്ലേ? കിട്ടുന്നുണ്ടോ? സോ ഫിലമെൻറ്റ് ഈസ് എ ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക്. ഓൾറെഡി പറഞ്ഞു, നീളത്തിലിരിക്കുന്ന നിവർന്നിരിക്കുന്ന ഒരു സ്റ്റോക്ക്. അതിൻ്റെ അറ്റത്തായിട്ട് എന്തുണ്ട്? അതിൻ്റെ ഒരെൻഡെന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ ബേസിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, തലാമസിലേക്ക് അല്ലെങ്കിൽ പെറ്റലിൽ. അതിൻ്റെ മറ്റേ അറ്റത്ത് എന്താ കാണാൻ കഴിയുന്നത്? ആന്തർ. ഓക്കെ ആണല്ലോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
അതാണ്ട് ഒരു പോളൻ നമ്മൾ ഈ ആന്തറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നമ്മൾ നോക്കുകയാണ്. അങ്ങനെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതാ കാണാൻ കഴിയുന്നത് ഇറ്റ്സ് എ ബട്ടർഫ്ലൈ ലൈക്ക് സ്ട്രക്ചർ. ഇതാ ഇവിടെ കണ്ടോ, എന്താ കണ്ടത്? ഇറ്റ്സ് എ ബട്ടർഫ്ലൈ ലൈക്ക് സ്ട്രക്ചർ. എന്താ നമ്മൾ കണ്ടത്? ശ്രദ്ധിച്ചേ, ഇവിടെ ഇങ്ങനെയൊരു സ്ട്രക്ചർ നമ്മൾ കണ്ടോ? കണ്ടല്ലോ. അതിനകത്ത് അവിടെ വരച്ചിട്ടുണ്ടെന്നാണ് പോളൻ സാക്ക് അവിടെ കാണുന്നു. ആ പോളൻ സാക്കിനകത്ത് പോളൻ ഗ്രെയിനും കാണുന്നു. ഓക്കെ ആണോ? പോളൻ സാക്ക് കണ്ടു, പോളൻ ഗ്രെയിൻ കണ്ടു. പടം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് ബേസ് മനസ്സിലാക്കുക. തുടർന്ന് വീണ്ടും പറയുകയാണ്, ഈ പറയുന്ന ആൻഡ്രീഷ്യത്തിൻ്റെ നമ്മൾ ഈ പറയുന്ന സ്റ്റേമൻ എടുത്തു കഴിയുമ്പോൾ സ്റ്റേമനകത്ത് ഫിലമെൻ്റ് ഉണ്ട്, ആന്തർ ഉണ്ട്. അതിനകത്ത് ആന്തറിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് ദിസ് ആന്തർ ഈസ് ഡൈത്തീക്കസ്. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. എന്താണ്? നമ്മളൊരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമസ് ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആൻഡ്രീഷ്യം, ആ ആൻഡ്രീഷ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ബേസിക് യൂണിറ്റ് സ്റ്റേമൻ. ആ സ്റ്റേമനിലേക്ക് വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഫിലമെൻറ്റും ആന്തറും കാണാൻ കഴിയും. ആൻഡ് ദിസ് ആന്തർ ഈസ് ബൈലോബ്ഡ് ഇൻ കണ്ടീഷൻ. ആന്തർ ഏത് കണ്ടീഷനിലായിരിക്കുന്നത്? ബൈലോബിൽ, 2 ലോബുകൾ ചേർന്നാണ് ഇരിക്കുന്നത്. ബൈലോബ്ഡ് കണ്ടീഷനിലാണ്. So here this is the anther and these have 2 lobes. 2 ലോബുണ്ട്. ആ ലോബിനകത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? ഈച്ച് ലോബ് ഹാവ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ് ഈസ് കോൾഡ് ആസ് തീക്ക. THECA, തീക്ക. സോ ആന്തർ എടുത്ത് കഴിയുമ്പോൾ ആന്തറിനകത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? തീക്ക കാണാൻ കഴിയും. സോ ഈച്ച് ലോബ് ഹാവ് 2 തീക്ക. ഒരു ലോബിനകത്ത് 2 തീക്ക കാണാൻ കഴിയും. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡൈത്തീക്കസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എ ടിപ്പിക്കൽ ആൻജിയോസ്പെർമസ് ആൻഡ്രീഷ്യം ഹാവ് ദിസ് സ്റ്റേമൻ ആൻഡ് ദി സ്റ്റേമൻ ഹാവ് ആന്തർ ആൻഡ് വിത്തിൻ ദ ആന്തർ ഓർ ദിസ് ആന്തർ ഈസ് ബൈലോബ്ഡ് ഇൻ കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡൈത്തീക്കസ്. എന്താ പറഞ്ഞത്? നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ബൈലോബ്ഡ് ആന്തറാണ് നമുക്ക് സാധാരണഗതിയിൽ ആൻജിയോസ്പെർമസ് പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സിൽ കാണാൻ കഴിയുന്നത്. ആ 2 ലോബിനകത്ത് ഓരോ ലോബിനുള്ളിലും 2 തീക്ക വീതം കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേര് ഡൈത്തീക്കസ്. സോ ദിസ് സ്റ്റേമൻ ഓർ ദ ആന്തർ പ്രസൻറ്റ് വിത്തിൻ ദ സ്റ്റേമൻ ആർ ബൈലോബ്ഡ് ആൻഡ് ഡൈത്തീക്കസ്. മറന്നുപോയത് 1 മാർക്ക് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻറ്റ്. They are bilobed and dithecous.